ഇന്ന് ഹൾട്ടർ നെക്കിൻ്റെ ക്ലാസ്സാണ്. ഈ ഹൾട്ടർ നെക്ക് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ അളവുകളിലാണ് നമ്മൾ കട്ട് ചെയ്യാം? എല്ലാവർക്കും ഏകദേശം ഒരേ അളവിൽ തന്നെയാണ് ഈ ഹൾട്ടർ നെക്ക് കട്ട് ചെയ്യാം. ആർക്കും വലിയ വ്യത്യാസങ്ങളൊന്നല്ല, ഒട്ടും വ്യത്യാസങ്ങൾ മിക്കതിലും വരില്ല. നെക്കിൻ്റെ മോഡലിൽ വല്ല, അതായത് ഈ റൗണ്ട് ഷേപ്പിൽ നിന്നും വല്ല സ്റ്റാറോ പോലുള്ള എന്തൊക്കെ നെക്കുകൾ വരുമ്പോൾ മാത്രമല്ല ചേഞ്ച് ചെയ്യുന്നല്ലാതെ നീളത്തിലും വീതിയിലൊന്നും കൂടുതൽ വ്യത്യാസങ്ങൾ വരാറില്ല. എന്താണ് ഈ ഹൾട്ടർ നെക്ക് എല്ലാവർക്കും ഒരേപോലെ എടുക്കുന്നത്, അതെന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ നമുക്കിന്ന് ക്ലാസ്സിൽ കാണാം. ആദ്യം ഞാൻ ഇതിൻ്റെ അളവ് പറയാം. നമ്മൾ ക്യാൻവാസിനെ രണ്ടാക്കിയതുപോലെ മടക്കിയ ശേഷം ഈ സെൻറ്ററിൽ നിന്നും ഈ സൈഡിലേക്ക്, അതായത് നമ്മൾ നോർമലി നമ്മുടെ നെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്യുന്നത് പോലെ തന്നെ മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊരു 3 ഇഞ്ച് എടുത്തിട്ട് മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 3 ഇഞ്ച് എടുക്കുന്ന നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതുപോലെ ഇവിടെ നിന്ന് താഴേക്ക്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് താഴേക്ക് ഇതുപോലെ തന്നെ ഒരു 3 ഇഞ്ച് 3.5 ഇഞ്ചായിട്ട് അല്ലെങ്കിൽ 3.5 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്യുന്നു. ഇതേ ഇവിടെ ഇങ്ങോട്ടൊരു 3 ഇഞ്ച് എടുത്ത് ഇവിടെ ഇങ്ങോട്ടേക്ക് 3.5 ഇഞ്ചിന് മാർക്ക് ചെയ്തിട്ട് ഞാനിവിടെ നീളം ഒന്ന് വരയ്ക്കണം കേട്ടോ. എങ്ങനെ 3 ഇഞ്ച് താഴേക്കും 3 ഇഞ്ചല്ലേ വീതി? 3.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അല്ല, നീളത്തിൽ വിടുത്ത് താഴെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 3 ഇഞ്ച്. ഇപ്പൊ നിങ്ങളിതൊന്നും എഴുതല്ലേ, ഇപ്പൊ ഞാനൊരു കോമൺ അളവാണ് പറയുന്നത്. ഈ കോമൺ അളവുകൾ എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ളതാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. ആ സമയത്ത് നിങ്ങൾ എഴുതിയാൽ മതി, ഇപ്പം എഴുതല്ലേ. ഇപ്പം ഞാനിവിടെ 3 ഇഞ്ച് പറഞ്ഞിട്ടുണ്ട്. നെക്കിൻ്റെ അകലം 3 ഇഞ്ച്. ഇതേപോലെ നെക്കിൻ്റെ ഇറക്കം 3.5 ഇഞ്ചായിട്ട് എഴുതിയിട്ടുണ്ട്. 3.5 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ അകലത്തിൽ ആ ഇറക്കത്തിൽ നമ്മളിങ്ങനെ നേരെ ഒരു ലൈൻ വരച്ചു കൊടുത്തു. ഇതും ഒന്ന് ബോക്സ് ആക്കി കൊടുക്കാം. ഇപ്പോൾ ആരും എഴുതിയെടുക്കാല്ലോ കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കി എഴുതിയാൽ മതി. ഇപ്പോൾ ഈ അളവ് എല്ലാവർക്കും പറ്റുന്ന ഒരളവാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ താഴേക്കാണ് ഞാൻ നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. ഏതിൻ്റെ? ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 3.5 ഇഞ്ച് എടുത്തിട്ടുണ്ടല്ലോ, അതുപോലെ അതൊഴികെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നെക്കിൻ്റെ ലെങ്ത്തായിട്ട് ഞാൻ മാർക്ക് കൊടുക്കുകയാണ് 7 ഇഞ്ചിൽ. എത്ര? നെക്കിൻ്റെ ഇറക്കട്ടോ 7 ഇഞ്ചിൽ ഞാൻ മാർക്ക് കൊടുക്കുകയാണ്. 7 ഇഞ്ച് ആ 3 കഴിഞ്ഞിട്ടാണ് അത് നന്ന മോളാണ്? 3 കഴിഞ്ഞിട്ട് 3.5 ഇഞ്ച് ഇറക്കം നമ്മൾ മാർക്ക് ചെയ്തത് ഒഴികെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 7 ഇഞ്ച്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 7 ഇഞ്ച്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഇതുവരെ പഠിച്ചതുപോലെ തന്നെ നോർമലായിട്ട് സ്ക്വയർ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നെക്കിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇതിനകത്ത് നെക്കിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാനുള്ളതാണ്. അതിൻ്റെ മുന്നേ വേറെ 1-2 അളവ് കൂടും. ഈ ഏറ്റവും അറ്റത്ത്, അതായത് ഇപ്പോൾ നമ്മൾ മേലത്തെ, അതായത് ഈ ഒരു സൈഡ് ബാക്ക് സൈഡിലേക്ക് വരുന്ന ഒരു ഭാഗമാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്. അപ്പോൾ അത് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്തു, വീതിയും മാർക്ക് ചെയ്തു. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗമാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്. അതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തു, വിടുത്ത് മാർക്ക് ചെയ്ത് സ്ക്വയർ ആക്കി. ഇനി ബാക്കിലെ ഭാഗത്ത് നിന്ന് 1 ഇഞ്ച്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് വെക്കാം. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ട് വെച്ചു. അതേപോലെ തന്നെ താഴെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1.25 ഇഞ്ചിൽ അടയാളപ്പെടുത്തുക. ചെറിയൊരു സ്ലോപ്പ്, അതായത് ഇവിടുന്ന് 1 ഇഞ്ച്, ഇവിടുന്ന് ഒരു 1.25 ഇഞ്ച്, ആ ഒരു ചെറിയൊരു സ്ലോപ്പ്. ഇനി നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. ഈ ഷേപ്പ് ചിലർ സ്റ്റാറായിട്ട് വരക്കും, ചിലർ കൂടുതലും റൗണ്ടായിട്ട് തന്നെ വരക്കാം. മഴത്തുള്ളി പോലുള്ള റൗണ്ടുകളൊക്കെ ആയിട്ടാണ് വരക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു ഷേപ്പ് വരച്ചു കൊടുക്കട്ടെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പകുതിയിൽ നിന്ന് നെക്കിൻ്റെ ഇറക്കം എവിടെയാണോ വരുന്നത് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് നെക്കിൻ്റെ ഒരു ഷേപ്പ്, സെൻറ്റർ ഭാഗത്തിൻ്റെ അടിയിലേക്കാണ് നെക്കിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് വേറെ രൂപത്തിലാണ് അത് പോവുക. അപ്പോൾ ഇതിൻ്റെ താഴേന്ന് ഞാനൊരു ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, ഇങ്ങനെ റൗണ്ടിൽ വരച്ചു കൊടുക്കാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സ്റ്റാറിനൊക്കെ മാർക്ക് ചെയ്യുന്നുണ്ടല്ലേ, സ്റ്റാറിനൊക്കെ മാർക്ക് ചെയ്യുന്ന പോലെ നീളത്തിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് മേലേക്ക് കൊണ്ടുപോകുന്നത് പോലെ മാർക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് റൗണ്ട്, ഇതിന് തൊട്ട് മുന്നേ പഠിച്ചൊരു നെക്കില്ലേ, റൗണ്ടായിട്ട് വരുന്ന, താഴേന്ന് റൗണ്ടായിട്ട് വരുന്ന ഒരു നെക്ക്, ആ ഒരു റോസ് ഡ്രസ്സിൽ തയ്ച്ച നെക്ക് കണ്ടിട്ടുണ്ടായിരുന്നോ റെക്കോർഡിൽ? നിങ്ങൾ ആ നെക്ക് കണ്ടിട്ടുണ്ട്. ഓക്കെ, ആ നെക്ക്
നമുക്ക് ഇഷ്ടമുള്ളൊരു നെക്ക് ഇവിടെ നമ്മുടെ ഷേപ്പിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേതോ ആവട്ടെ, ഞാൻ റൗണ്ടിൽ തന്നെ പിടിക്കാം. അതിനുശേഷം അതായത് ഈ നെക്കിൻ്റെ പകുതിയിൽ നിന്നാണ് നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് വരച്ച് കൊടുക്കേണ്ടത്. ബാക്കി പകുതി മേലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഇവിടെ ഒരു 1.25 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഇവിടെ ആ 1.25 കൊണ്ടുപോകണം. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ നെക്ക് ഇതുവരെ പറഞ്ഞ കർവ് പോയിന്റ് കണ്ടിട്ട് മാർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി എപ്പോഴും നമ്മൾ ഇനി ഇവിടുന്നുള്ള എല്ലാ നെക്കിനോ കർവ് പോയിന്റ് കിட்ட ഒരു വിഷയം പറയണ്ടല്ലോ, അതുകൊണ്ട് മാറ്റി വെക്കാറില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പ് നമുക്ക് ഇതിൽ വരച്ച് കൊടുക്കാം. ഓക്കെ, നെക്ക് സ്ക്വയർ ആക്കണമെന്നുണ്ടെങ്കിൽ സ്ക്വയർ ആക്കാം. എന്നാലും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അത് കൊണ്ടുപോകണം. ഇവിടുത്തെ ഭാഗങ്ങളൊക്കെ നമ്മൾ ഇനി പഠിച്ചതല്ല, ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. ക്ലിയർ അല്ലേ? നെക്ക് നിങ്ങൾക്ക് റൗണ്ട് ആണെങ്കിൽ റൗണ്ടിനനുസരിച്ചിട്ട്, സ്ക്വയർ ആണെങ്കിൽ സ്ക്വയറിനനുസരിച്ചിട്ട്. വീനക്ക് ഇതിന് കൂടുതൽ എടുക്കാൻ പറ്റില്ല. വീനക്ക് എടുക്കാൻ പറ്റായി വന്നില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വീനക്ക് മാർക്ക് ചെയ്തിട്ട് ബാക്കി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകേണ്ടി വരും. വീനക്ക് ഒരു വൃത്തി കിട്ടില്ല ഇതിന്, അതാണ് മെയിനായിട്ട്. ബാക്കിയൊക്കെ നമുക്ക് നമ്മൾ പഠിച്ച പോലെ നമുക്ക് ഇഷ്ടപ്പെട്ട നെക്ക് ഇതിനകത്ത് താഴേന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് നെക്കിൻ്റെ മാർക്ക് കൊടുക്കേണ്ടത്. അത്രേ ഉള്ളൂ. അതിനുശേഷം ഈ സെൻറ്ററിൽ നിന്ന് പിന്നെ നമ്മൾ ഇവിടേക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, 1.25 ഇഞ്ചിൽ മാർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, അതിലേക്കാണ് പിന്നെ നമ്മുടെ നെക്കിനെ വരച്ച് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നേരെ നമ്മൾ ഈ 1 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ 1 ഇഞ്ചിലേക്ക് മുട്ടിച്ചു കൊടുക്കാം. ഓക്കെ, ഈ ഒരു രൂപത്തിൽ. ഇതിന് ശേഷം നമ്മൾ ക്യാൻവാസിൽ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് വീണ്ടും മാർക്ക് ചെയ്യൂലേ, അതിലൂടെ നമ്മൾ കട്ട് ചെയ്യാം. അതേപോലെ 1 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ച് അത് നമ്മുടെ ആ ഒരു ബേക്കിൽ നിൽക്കുന്ന, ഇപ്പം നിങ്ങൾ മോഡൽ കണ്ടല്ലോ, ഫോട്ടോ മോഡൽ കണ്ടല്ലോ, ആ ബേക്കിൽ നിൽക്കുന്ന ഒരു സ്റ്റാൻഡിൽ ഒരു കോഴ് പോലെ നിൽക്കുന്നില്ലേ, ആ വീതിക്കനുസരിച്ച് 1 ഇഞ്ച് ആണെങ്കിൽ 1 ഇഞ്ച് എടുക്കുക, 1.25 ആണെങ്കിൽ 1.25 ഇഞ്ച് എടുക്കുക. അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എത്ര ഇഞ്ചാണോ നിങ്ങൾക്ക് വേണ്ടത് നോക്കിയിട്ട്, 1 ഇഞ്ചാണെങ്കിൽ 1 ഇഞ്ച്, 1.25 ആണെങ്കിൽ 1.25 ഇഞ്ച് ഇവിടുന്ന് ചുറ്റോറും മാർക്ക് ചെയ്തിട്ട് കൊണ്ടുവരാം. നമ്മുടെ നെക്കിൻ്റെ ഷേപ്പിനനുസരിച്ച് മാർക്ക് ചെയ്തിട്ട് കൊണ്ടുവരാം. ഓക്കെ, ഇനി ഇത് കട്ട് ചെയ്ത് കൊടുക്കണം. ഇല്ല, മുഴുവൻ എല്ലാം കൊണ്ടുവരുന്നു. ഓക്കെ, ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മളിത് വെക്കണം. നെക്കിന് ഈ ഒരു ഭാഗം കാണുന്നുണ്ടല്ലേ, ഇവിടുന്ന് ഇങ്ങനെ പോന്നിട്ട് ഈ ഒരു സൈഡിനെ ഇതിലേക്ക് വളച്ച് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ, അതായത് ബാക്ക് സൈഡിൽ കോളറായിട്ട് വരും ചെയ്ത് അവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ നോർമൽ നെക്കായിട്ടും വരുന്നു. അത് ഓപ്പൺ ആയിട്ടല്ലേ എടുക്കണേ? ഓപ്പൺ എന്നറിയാം. അല്ല, ഇവിടെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടും അതേപോലെ ഇവിടുത്തെ പീസ് ഉണ്ടല്ലോ, ഇവിടുത്തെ പീസും കൂടി സെൻറ്ററിൽ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കും. അത് സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗത്തുമ്പോൾ ഞാൻ കാണിച്ചത്. ഇത് 2 ഭാഗം കൂടി സെൻറ്ററിൽ ജോയിൻ വരും. അതിനാണ് 3.5 ക്യാൻവാസിൽ 3.5 ആയിട്ട് എടുക്കുന്നത്. അതിനാണ് 1/2 ഇഞ്ച് ഇവിടെ 2 ഭാഗത്തും ജോയിന് വരും. ഓക്കെ, ഇതിപ്പോൾ ഞാനൊരു സ്റ്റാൻഡേർഡ് അളവ് പ്രകാരം എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു അളവാണ് ഞാൻ പറഞ്ഞു തന്നത്. ഈ അളവുകൾ നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്, എവിടെ നിന്നാണ് നമ്മൾ എടുക്കുക എന്നുള്ളത് നോക്കാം. നമ്മൾ നോർമലായിട്ട് എടുക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ നെക്കിൻ്റെ റൗണ്ട്, നെക്കിൻ്റെ ഇറക്കം, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നെക്കിൻ്റെ ഇറക്കം എടുക്കുക എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ നെക്ക് സാധാരണ മാർക്ക് ചെയ്യൽ അല്ലേ. ഇത്തവണ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ 7 ഇഞ്ചിലായിട്ട് നെക്ക് എടുക്കാൻ വേണ്ടി പറഞ്ഞത്. 7 ഇഞ്ച് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ബേക്കിലേക്ക് ഈ ഒരു ഡ്രസ്സിന് നെക്ക് ഇറക്കം എടുക്കില്ല. ബേക്കിലേക്ക് നെക്കിന് ഒട്ടും ഇറക്കം എടുക്കില്ല. 1 ഇഞ്ച് പോലും, 1/2 ഇഞ്ച് പോലും, 1/4 ഇഞ്ച് പോലും ബേക്കിലെ പീസിന് എന്തെടുക്കുന്നില്ല, ഇറക്കം എടുക്കില്ല. കറക്റ്റ് ലെവലിൽ തന്നെ ആ ഒരു മേൽഭാഗം വന്ന് നിൽക്കുന്നതാണ്. പിന്നെ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ഒരു പാർട്ടുണ്ടല്ലോ, ഈ മേൽഭാഗം, ഇതാണ് പിന്നെ ബേക്കിലെ പീസിൻ്റെ ഈ ഒരു ഭാഗത്ത് ബേക്കിലെ പീസിന് പോയിട്ട് ജോയിൻ ആവുന്നത്. ഇവിടെ ഈ ഒരു ഭാഗം കൂടി വന്നിട്ട് ജോയിൻ ആകും. ഇങ്ങനെ അതിന് നെക്കിൻ്റെ ഷേപ്പ് വരാം. ഇനി അളവുകൾ എന്ന് പറയാൻ, അപ്പോൾ നമുക്ക് എന്തില്ല, അങ്ങനെ നെക്കിൻ്റെ ഇറക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് തലയിൽ കൂടെ ഇങ്ങോട്ട് പോരോ. നമ്മുടെ ഇഷ്ടപ്രകാരം ഇപ്പോൾ 7 ഇഞ്ച് എടുത്തില്ല എന്ന് കരുതാം. 7 ഇഞ്ച് എടുക്കാതെ ഞാൻ ഇവിടുന്ന് 5 ഇഞ്ചാണ് എടുത്തത് എന്നുണ്ടെങ്കിൽ ബേക്കിലേക്ക് ഒട്ടും നെക്കില്ല, ഇതിനോട്ട് സിബ് വെക്കാനും പറ്റില്ല. അപ്പോൾ ഈ നെക്ക് എങ്ങനെ തലേൻ്റെ മേലെ കൂടെ ഇങ്ങോട്ട് ഇറങ്ങും? ചോദിച്ചില്ലേ? അപ്പോൾ ഈ ഹൾട്ടർ നെക്കിൻ്റെ അളവ് 7 ഇഞ്ച് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
അതായത് 7 എന്ന് പറഞ്ഞിട്ട് പകുതിയാണ്. സത്യത്തിന് 3.5 ഇഞ്ചാണ് ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കേണ്ടത്. സ്റ്റാൻഡേർഡ് അളവ് പ്രകാരം എല്ലാവരും 3 ഇഞ്ച് എടുക്കണമെന്ന് മാത്രം. നെക്കിന് അകലം വിടുത്ത് കൂടാതിരിക്കാൻ. മുമ്പ് 3.5 ഇഞ്ച് തന്നെ കൊടുക്കുക. കാരണം ഇവിടുത്തെ വിടുത്തിനനുസരിച്ച് ആ നെക്ക് വൃത്തി കൂടും. ചുറ്റളവ് വരുന്നത് എൻ്റെ ബേക്കിലേക്ക് സിബ് എടുക്കുന്നില്ല, ഹുക്ക് എടുക്കുന്നില്ല, ഫ്രണ്ടിലേക്ക് ഒരു ഓപ്പം വെക്കുന്നില്ല. ഇതൊന്നും വെക്കാതെ നമ്മുടെ നെക്കിൻ്റെ റൗണ്ട് അനുസരിച്ചിട്ടും നമ്മുടെ നെക്കിൻ്റെ ഇറക്കം എത്ര വേണമെന്നുള്ള നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ടും നമ്മൾ ഈ ഒരു ഹൾട്ടർ നെക്ക് ചെയ്താൽ ഇത് ഇവിടുന്ന് അങ്ങോട്ട് പോരൂല. പോരോ? ഇല്ല, അതല്ല അടിച്ച് പഠിക്കാൻ വേണ്ടി ചെയ്തിട്ട് ഒരാൾക്ക് ചെയ്ത് കൊടുക്കുമ്പോഴേ എല്ലാവർക്കും എല്ലാവർക്കും ഈ ഒരു അളവ് ഈ ഒരു അളവിൽ എടുത്തു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഇപ്പൊ 22 ഇഞ്ച് കിട്ടിയ ഒരാളെന്ന് പറഞ്ഞല്ലോ, 22 കിട്ടിയ ഒരാളുണ്ടായിരുന്നു, 20 കിട്ടിയ ഒരാളെന്നും പറഞ്ഞു അല്ലേ? അതായത് 20-നും നമ്മൾ ഇറക്കത്തിന്റെ ഈ ഒരു റൗണ്ട്, അതായത് ടോട്ടൽ ഈ റൗണ്ട് ഷേപ്പ് നമ്മൾ ഈ ഒരു നെക്ക് റൗണ്ട് തയ്ച്ച് ഈ ഒരു നെക്ക് കുട്ടബിൾ ആയിട്ട് കയറാൻ പറ്റും. അതുകൊണ്ടാണ് അതിന് സ്റ്റാൻഡേർഡ് അളവായിട്ട് ആ ഒരു അളവിൽ എല്ലാവരും എടുക്കുന്നത്. അപ്പൊ ചെറിയ കുട്ടികൾക്ക് എടുക്കുമ്പോൾ എന്ത് ചെയ്യാ? 1/3 നെക്കിന്റെ ഇറക്കം മാർക്ക് ചെയ്യും വേണം. ആ നെക്കിന്റെ ഇറക്കത്തിന്റെ പകുതി ബേക്കിലെ നെക്കിന് ലെങ്ത് മാർക്ക് ചെയ്യും വേണം. ക്ലിയർ ആയാ? ഞാൻ വിചാരിച്ചു ഈ ക്ലാസ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം എല്ലാവരുടെ കിളിയും പോകുന്നു. ഞാൻ നിഹക്ക് ഈ ക്ലാസ് എടുത്തു കൊടുത്തിട്ട് നിഹയുടെ കൂടെ ഉള്ളൊരു വ്യക്തിയുണ്ട്. നിഹ പിന്നെ നിഹയുടെ കൂടെ ഒരു വ്യക്തി, ഈ രണ്ടാൾക്കാർക്ക് ഈ ക്ലാസ് സുമയ്യയും നിഹയ്ക്കും കൂടിയിട്ട് രണ്ടാൾക്കും ഒരു ക്ലാസ് എടുത്തു കൊടുത്തത്. 2 പേര് മാത്രം തന്നെ ഉള്ളൂ അവർ സെപ്പറേറ്റ് ക്ലാസ്സിൽ ചേർന്നുണ്ട്. അതിൽ സുമയ്യക്ക് ഇപ്പോഴും എനിക്ക് കത്തിയിട്ടില്ല. നിഹക്ക് ഒരൊറ്റ ക്ലാസ് കൊണ്ട് അവൾക്ക് കത്തി. അതും അന്ന് ക്ലാസ് എടുക്കുമ്പോൾ ഇത്രയും കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ. അത് വേറെ കാര്യം. എന്നിട്ട് പോലും നിഹക്ക് കത്തി. ഇനി നമ്മുടെ ഓരോരുത്തരുടെ മെഷർമെന്റിന് അനുസരിച്ച് ഇപ്പോൾ സ്റ്റാൻഡേർഡ് അളവ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മുടെ ഓരോരുത്തർക്കും ഇപ്പോൾ കുട്ടികളുടെ അളവിലേക്കൊക്കെ ഈ ഒരു നെക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്താൻ എന്നുള്ളത് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ എടുക്കേണ്ടത് ഇത് ബേക്കിലെ നെക്കിന്റെ ഇറക്കാണ് നമ്മൾ ഈ മാർക്ക് ചെയ്യുന്നത്. ആദ്യം തന്നെ ബേക്കിലെ നെക്കിന്റെ ഇറക്കാണ് മാർക്ക് ചെയ്യുന്നത്. കുട്ടികൾക്ക് എടുക്കുമ്പോൾ, വലിയവർക്ക് എടുക്കുമ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡ് അളവ് പ്രകാരം എടുത്താൽ മതി. അതിൽ വലിയ മാറ്റങ്ങളൊന്നും വരില്ല. അതുകൊണ്ട് ആ അളവന്നെ എടുത്താൽ മതി. കുട്ടികൾക്ക് എടുക്കുന്നുണ്ട് 3/1 അല്ലല്ല, ആദ്യം 3/1 എടുക്കുക. ഫ്രണ്ടിലെ നെക്കിന്റെ ഇറക്കം 3/1 3/1 ഫ്രണ്ട് നെക്കിലേക്ക് ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത്. 3/1 ബേക്ക് നെക്കിലേക്ക് മാർക്ക് ചെയ്യേണ്ടത് ഈ 3/1 എടുത്തുണ്ടല്ലോ അതിന്റെ ഹാഫ് ബേക്കിലേക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം മാർക്ക് ചെയ്യുന്നത് ആ ബേക്കിലെ കണക്കാണ്. അതിന്റെ പകുതി ആദ്യം തന്നെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് മിണ്ടാണ്ടിരിക്കുക. എന്നിട്ട് അതിന്റെ ഡബിളായിട്ട് ഒരു ഭാഗമായിട്ട് നെക്കിന്റെ ഇറക്കം മാർക്ക് ചെയ്യാം. ഈ ലൈനിന്റെ താഴേക്ക് ഫ്രണ്ടും ഈ ലൈനിന്റെ മേലേക്ക് ബേക്കും ഇങ്ങനെയാണ് വരുന്നത്. ഈ മൊത്തം അളവിന്റെ 2 ആ 3/1 അത്രേ ഉള്ളൂ. ഫിനിഷ്. ഓക്കെ. അപ്പൊ ആ ലെങ്ത്തും കിട്ടി, ഫ്രണ്ടിൽ ബേക്കിലെ നെക്കിന്റെ ലെങ്ത്തും കിട്ടി, ഫ്രണ്ടിലെ നെക്കിന്റെ ലെങ്ത്തും കിട്ടി. ഇനി ഇതിന്റെ അകലാണ്. ഇതിന്റെ അകലം മാർക്ക് ചെയ്യാന്നുള്ളതാണ്. അകലം ഇതന്നെ മാർക്ക് ചെയ്താലും മതി, എങ്ങനെ ആയാലും കുഴപ്പമില്ല. ക്ലിയർ ആണോ? നമ്മൾ അവിടെ 3 ഇഞ്ച് എടുത്തത് എന്ന് പറഞ്ഞത് സ്റ്റാൻഡേർഡ് അളവാണ്. ഓക്കെ, എല്ലാവരും മൈക്ക് ഓഫ് ചെയ്തൊക്കെ ഞാൻ പറയാം. അതെല്ലാവരും മൈക്ക് ഓൺ ആകുമ്പോൾ പറ്റുന്നതാണ്. എല്ലാവരും മൈക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഞാൻ പറഞ്ഞു തീരുന്നത് വരെ എല്ലാവരും മൈക്ക് ഓഫ് ചെയ്ത് വെക്കണേ. നെക്കിന്റെ അകലം നമ്മൾ അവിടെ എടുത്തത് 3 ഇഞ്ചാണ്. ഞാൻ പറഞ്ഞല്ലോ സ്റ്റാൻഡേർഡ് അളവാണ്, അതുകൊണ്ട് 3 ഇഞ്ചാണ് നമ്മൾ നെക്കിന്റെ അകലം അവിടെ കണ്ടത്. ഓക്കെ. ഇവിടെ നമ്മൾ നെക്കിന്റെ അകലം ഒരാളുടെ ബോഡിമെന്ന് എടുക്കണം, കുട്ടിയുടെ ബോഡിമെന്ന് എടുക്കണം. 4-ൽ 1 ഭാഗമായിട്ട് നെക്കിന്റെ അകലം കാണാം. ഓക്കെ. ഇനി അങ്ങനെ അല്ല എങ്കിൽ നമ്മൾക്ക് ഇവിടെ ബേക്കിലെ നെക്കിന് ഇറക്കം കിട്ടിയ ലെങ്ത് ഉണ്ടല്ലോ, ആ ലെങ്ത് തന്നെ കറക്റ്റ് ഇവിടേക്ക് മാർക്ക് ചെയ്താലും കുഴപ്പമില്ല. ഇപ്പോൾ ക്ലിയർ ആണോ? ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ആദ്യം എടുത്ത് നെക്കിന്റെ ഇറക്കം 3.5 ഇഞ്ചാണ് എടുത്തത്. അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് 3.5 ഇഞ്ച് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു ഇങ്ങനെ ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ നിൽക്കുന്നു മാത്രമുള്ള ഒരു ബേക്കിലെ കോളർ വൃത്തി തന്നെയാണ്, വൃത്തികേടല്ല അതൊന്നും. ഓക്കെ. അപ്പോൾ എടുക്കുമ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ നെക്കിന്റെ റൗണ്ടിന്റെ 4-ൽ 1 ഭാഗമായിട്ട് കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്യാം. അതിൽ തയ്യൽത്തുമ്പ് കുറക്കാനും കൂട്ടാനും നിൽക്കണ്ട. നമുക്ക് ക്യാൻവാസ് ആണ്, അതുകൊണ്ട് കുറക്കാനും കൂട്ടാനും നിൽക്കണ്ട, മാർക്ക് ചെയ്യാം. അതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നതൊക്കെ നമ്മുടെ നോർമൽ നെക്കിന്റെ സെയിം തന്നെയാണ്, മാറ്റമൊന്നുമില്ല. നോർമൽ നെക്കിന്റെ സെയിം അളവ് തന്നെയാണ് നമ്മളിതിൽ മാർക്ക് ചെയ്യുക. നമുക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഇതിൻ്റെ അകത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ പകുതിയിൽ നിന്നായിരിക്കണം.
നമ്മൾ നോർമലി ഇവിടുന്ന് ഇങ്ങനെയുണ്ട് വരച്ച് വരല്ലേ ചെയ്യുക സാധാരണ. ഈ പകുതിയിൽ നിന്നായിരിക്കണം നമ്മൾ നെക്കിൻ്റെ റൗണ്ട് ആണെങ്കിൽ റൗണ്ട്, സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ, എന്താണ് നമുക്കിവിടെ നെക്കിൻ്റെ മോഡൽ വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് അത് നെക്കിൻ്റെ പകുതിയിൽ നിന്നായിരിക്കണം മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 1 ഇഞ്ചിൽ മാർക്ക് കൊടുക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 1 ഇഞ്ചിൽ മാർക്ക് കൊടുക്കുക. അതേപോലെ അതിൻ്റെ താഴേക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 1.25 അല്ലെങ്കിൽ 1.5 മാർക്ക് കൊടുക്കാം. 1.25 അല്ലെങ്കിൽ 1.5 മാർക്ക് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ നെക്കിൻ്റെ മാർക്ക് കൊടുത്ത ഈ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, നെക്കിൻ്റെ ഇറക്കത്തിൻ്റെ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, ആ സെൻറ്റർ ഭാഗത്തുനിന്ന് ആദ്യത്തെ പോയിന്റ് ഇതാണ്, ഇതിലേക്ക് മെല്ലെ വളച്ചിങ്ങോട്ട് കൊണ്ടുവരാം. അവിടെ നിന്ന് ഏറ്റവും മേലത്തെ ഈ 1 ഇഞ്ചിലേക്കും കൊണ്ടുവരാം. ഇത്രയേ ഉള്ളൂ മാർക്ക്. അതായത് ഇതിന് താഴേക്ക് നമ്മുടെ നോർമൽ നെക്കിൻ്റെ ഫീലൻ്റാണ് വരിക. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഈ പോയിന്റിലേക്കും കൊണ്ടുപോകുന്നു. എൻ്റെ മൈക്ക് മ്യൂട്ടാവുന്നില്ല. ഓക്കെ, ഞാനിവിടെ സെറ്റാക്കിയിട്ടാ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മാർക്കിങ് ഇത്രയേ ഉള്ളൂ. ഇതിന് ശേഷം പിന്നെ ഇതിൻ്റെ പുറത്തേക്കാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ കോളറിൻ്റെ വീതി എത്ര വേണമെന്നുള്ളത് നോക്കേണ്ടത്. ഇവിടെ നിൽക്കുന്ന കോളറിന് നിങ്ങൾക്ക് എത്ര ഇഞ്ച് വീതി വേണമെന്നുള്ളത് നോക്കിയിട്ട് 1 ഇഞ്ചാണെങ്കിൽ 1 ഇഞ്ച്, 1.25 ആണെങ്കിൽ 1.25 ഇഞ്ച് ഇട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു മാർക്ക് നിങ്ങൾക്ക് ഇവിടം വരെ കിട്ടുള്ളൂ. അതായത് ബേക്കിൽ നിന്ന് ഇവിടം വരെ കിട്ടുള്ളൂ. ബാക്കിയുള്ള ഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് പോകും. ഇവിടെയൊക്കെ നമ്മൾ വീതി നിങ്ങൾ എത്ര എടുത്താലും ഇതിൻ്റെ ഉള്ളിലേക്ക് പോകും. ഇവിടെ ഒന്നും കാണില്ല. ബേക്കിൽ നിന്ന് സെൻറ്ററിൽ നിന്ന് ഇവിടം വരെ കാണുള്ളത് അത് ആ കോളർ. അത് എത്ര ഇഞ്ച് വേണമെന്നുള്ളത് നോക്കിയിട്ട് 1 ഇഞ്ചാണെങ്കിൽ 1.25 ആണെങ്കിൽ 1.25 ഇഞ്ച് എടുത്തിട്ട് മാർക്ക് കൊടുക്കുക. നീളത്തിൽ ഫുള്ളായിട്ട് അത് മാർക്ക് കൊടുക്കുക. മാർക്ക് കൊടുക്കുക. അതിനെ ചുറ്റോറും കട്ട് ചെയ്തെടുക്കുക. ഈ 1 ഇഞ്ച് അളവ് 1.25 ഇഞ്ച് അളവ് സ്റ്റാൻഡേർഡ് അളവാ? അത് നമ്മുടെ ഒരു കോളറിന്റെ സ്റ്റാൻഡേർഡ് അളവാണ്. നമുക്ക് കോളർ പോലെ ആണ് ഫീൽ ചെയ്യുന്നത്. അതേടാ, 1 ഇഞ്ച് എടുത്താൽ മതി. 1.5 മുക്കാൽ, കുഞ്ഞു കുട്ടിയാണെങ്കിൽ 1/4 ഇഞ്ച് എടുത്താൽ മതി. ഓക്കെ, അതിന് ശേഷം ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ സെൻറ്റർ ഭാഗം, ഈ ഓപ്പൺ വരുന്ന സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ ഈ സെൻറ്ററിൽ, ബേക്കിലെ സെൻറ്ററിൽ, നെക്കിൻ്റെ സെൻറ്ററിൽ നമ്മളിവിടെ ഇങ്ങനെ ജോയിൻ ആക്കും. അതുകൊണ്ടാണ് ഫ്രണ്ടിലേക്ക് എന്താണ് നമ്മുടെ നെക്കിൻ്റെ ഷേപ്പും വരും, ബേക്കിലേക്ക് ഈ ഒരു കോളറിൻ്റെ ഷേപ്പ് ആയിട്ടായിരിക്കും നിൽക്കുക. ഇങ്ങനെ. ഓക്കെ, ഇനി ഇതിൽ മറ്റൊരു കാര്യം പറയാം. ക്യാൻവാസിൽ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ക്യാൻവാസ് അല്ലാതെ ക്ലോത്തിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗ്രിപ്പ് കിട്ടില്ലല്ലോ, മേലെ ഇങ്ങനെ കോളർ പോലെ നിൽക്കില്ലല്ലോ. ക്യാൻവാസിൽ തന്നെ കട്ട് ചെയ്താൽ വൃത്തി ഉണ്ടാവുള്ളൂ. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ക്യാൻവാസിൽ തുണിയിൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടും കൂടി ജോയിൻ ചെയ്യണം അല്ലേ? അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ജോയിൻ ചെയ്യണതാണ്. ആദ്യം തന്നെ ജോയിൻ ചെയ്യില്ല. ഞാൻ സ്റ്റിച്ചിങ്ങിന്റെ പാർട്ടായിട്ട് കാണിച്ചു തരാം. അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഭാഗം എന്താ ചെയ്യാന്നുള്ളത് മനസ്സിലാവും. ബേക്കിലെ പാർട്ടിൽ ഇത് ജോയിൻ ചെയ്ത് കൊടുക്കുക ചെയ്യാം. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ള പറഞ്ഞുതരാം. ഓക്കെ, ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കാം. ഇപ്പോൾ 7 ഇഞ്ചാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. കുറച്ച് തടിയുള്ള ടീമാണ് എന്നുണ്ടെങ്കിൽ, ഇത് നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെട്ടതല്ല, ഞാൻ സെപ്പറേറ്റ് പറഞ്ഞുതരും, ടിപ്പായിട്ട് പറഞ്ഞുതരണം. ഇച്ചിരി വണ്ണുള്ളവരാണെന്നുണ്ടെങ്കിൽ, ഇച്ചിരി മാറി കൂടുതലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ 7 ഇഞ്ചോളം എടുക്കുമ്പോൾ എന്തായാലും അവരുടെ ഒരു ഗ്യാപ്പ് കാണും. അതൊരു വൃത്തികേടാണ്. നമുക്ക് ഇവിടെ ഒക്കെ കവർ ചെയ്ത് ചെയ്യുമെങ്കിലും ഈ ഒരു ഗ്യാപ്പ് കാണാം എന്ന് പറയുന്നൊരു വൃത്തികേടാണ്. പക്ഷെ നമ്മൾ ആ 7 ഇഞ്ച് എടുത്തില്ലെങ്കിൽ എന്താണ്, ഇതിനകത്ത് കൂടെ നമുക്ക് കയറില്ല. അപ്പം എന്താണ് ഒരു മാർഗം? അപ്പോൾ ഉള്ള മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെക്കിന് എന്ത് കൂട്ടാം? അകലം കൂട്ടാം. ഇറക്കല്ല, നമുക്ക് എവിടം വരെയാണോ ഇറക്കം, എത്രയാണോ കുറക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ആ എത്ര ഇഞ്ചാണ് കുറക്കേണ്ടത്. ഇപ്പോൾ 1 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് കുറക്കാൻ പറ്റില്ല, അതിൽ കൂടുതൽ കുറക്കാനും പറ്റില്ല കേട്ടോ. വേറെ കാര്യം, അത് കുറച്ചിട്ട് അത്രയും ഗ്യാപ്പ് കാണുന്നൊരു മോശമാണ് എന്ന് തോന്നുന്നവർക്ക് കുറച്ചതിന് ശേഷം, നമ്മളിപ്പോൾ ഇവിടുന്ന് 3 ഇഞ്ച് അകലത്തിലാണല്ലോ ഇപ്പോൾ ഈ ഒരു ഷേപ്പ്, ഇവിടുന്ന് ഇങ്ങോട്ട് ഷേപ്പ് കൊടുത്തുള്ളത്, ആ ഒരു അകലം കൂട്ടിയെടുക്കാം. സ്വാഭാവികമായിട്ടും തടിയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നെഞ്ചിന് വിരിവുണ്ടാവും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വൃത്തികേട് അറിയില്ല. അപ്പോൾ മെലിഞ്ഞവരാണ് ചെയ്യണത് എന്നുണ്ടെങ്കിൽ എന്താണ്, ആ ഒരു വീതിക്കനുസരിച്ച് നമ്മുടെ ഉള്ളിലുള്ള ഷിമ്മിയുടെ അല്ലെങ്കിൽ ബ്രായുടെ പട്ട പുറത്തേക്ക് കാണും, വീതി കൂട്ടിക്കഴിഞ്ഞാൽ. മറിച്ച് നെഞ്ച് വിരിവും തടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ വൃത്തികേട് അറിയില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള അകലം കൂട്ടിയെടുത്തിട്ട് ഇറക്കം കുറക്കണമെങ്കിൽ കുറക്കാം. ഒരു 1 ഇഞ്ച് ഇറക്കം കുറച്ചിട്ട്, അല്ലെങ്കിൽ 1 ഇഞ്ച് ഇവിടുന്ന് ഇറക്കം കുറക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് വീതി കൂട്ടാം, ഇവിടുന്നും ഒരു 1/2 ഇഞ്ച് വീതി കൂട്ടാം. അപ്പോൾ 2 ഭാഗത്തും 1 ഇഞ്ച് വീതി കിട്ടി. കറക്റ്റായിട്ട് നമുക്ക് തല ഇറക്കി എടുക്കാനും പറ്റും. ക്ലിയർ ആയോ? ഇപ്പൊ എന്താണ് നെക്ക് വിടുത്ത് 3-ൽ കൂടുതലുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ,
അപ്പൊ അവർക്ക് നെക്ക് വിട്ട് അവര് എത്ര നെക്ക് വിട്ട് അതന്നെ എടുക്കലേ? അങ്ങനെ എടുക്കാം. അതേ പറഞ്ഞത് ആ ഒരു രീതിയിൽ എടുത്താലും കുഴപ്പമില്ല, ഇതിലെടുത്താലും കുഴപ്പമില്ല, എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. ലെങ്ത്തിനാണ് ഇപ്പൊ 7 ഇഞ്ച് പറഞ്ഞത് അല്ലേ എല്ലാത്തിനുള്ള അളവ്? ഓക്കെ. ഈ ഒരു ക്ലാസ് ഇപ്പൊ ഈ ലൈവിൽ മാത്രമായിട്ട് എത്ര പേർക്ക് മനസ്സിലായി? റെക്കോർഡ് കണ്ടാലേ ഇനി ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആവും എന്നുള്ള കുറച്ച് പേരുണ്ടാവും. അല്ലാതെ ഈ ലൈവിൽ മാത്രമായിട്ട് മനസ്സിലായവർ എത്ര പേരുണ്ട്? നിഹ മനസ്സിലായിട്ടുണ്ടോ? എനിക്ക് ആദ്യം അറിയാം. നിഹ പറയണ്ട. എനിക്ക് മനസ്സിലായി. നിഹ പറയുന്നില്ല. ബാക്കി എത്ര പേർക്ക് മനസ്സിലായി? റബീസ, ജംഷീറാക്ക് ഒക്കെ മനസ്സിലായി. റബീസയെ കാണാനില്ലല്ലോ, റബീസയുടെ പോയി. ഫെബിന് മനസ്സിലായോ? മനസ്സിലായി. റസീന കുറച്ചൊക്കെ മനസ്സിലായിട്ടു. അതാരാണ്? നസീമ. റെക്കോർഡ് കണ്ടേ ഞാൻ ബാക്കി മനസ്സിലാവും. അതേപോലെ റെക്കോർഡ് കണ്ടോണ്ട് കാര്യമായില്ല, റെക്കോർഡ് കാണുമ്പോ തന്നെ നിങ്ങൾ ഈ പേപ്പറും നോക്കിയിരിക്കാം. കുറച്ചൊക്കെ മനസ്സിലായി. ആടാ ഇതിന് സ്റ്റിച്ച് ചെയ്യണ വീഡിയോ പിന്നെ അയക്കും. അയച്ചുതരാം. കോളർ നെക്കിന്റെ സ്റ്റിച്ച് ചെയ്യണ വീഡിയോ ഇട്ടിക്കണേ. കോളർ നെക്കിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടിട്ടില്ല. കോളർ നെക്കിന്റെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മുടെ യൂട്യൂബിലുണ്ട്. അതന്നെ ഇട്ടെന്നാൽ മതിയാവും വിചാരിക്കണം അല്ലേ? നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അയച്ചുതരാം. സ്റ്റിച്ചിങ് ഇട്ടാൽ ആ ജോയിൻ ചെയ്യണൊക്കെ ഒന്ന് ക്ലിയർ ആവും. അത് മിസ് ക്ലാസ് ഇടയിൽ കൂടെ നമ്മളിങ്ങനെ ജസ്റ്റ് മിസ്സിന്റെ കൂടെ പേപ്പറിൽ കട്ട് ചെയ്യുക അല്ലെങ്കിൽ ജസ്റ്റ് നോട്ടിൽ വരച്ചൊക്കെ ചെയ്താൽ അപ്പൊ അത് കത്തും. സത്യ ഞാനിങ്ങനെ ചെയ്തതാണ്, എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. അതിപ്പോ ലൈവ് എന്ന് മാത്രല്ല റെക്കോർഡ് കാണുന്നുണ്ടെങ്കിലും കണ്ടിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കണ്ടിരിക്കൽ തന്നെ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് കാര്യങ്ങൾ ലാസ്റ്റ് വരെ കണ്ട് നമ്മളൊരു റീൽസ് കാണുന്ന പോലെ കണ്ട് തീരാന്നല്ലാണ്ട് നമുക്ക് മനസ്സിലാവുള്ളൊന്നും മനസ്സിലാവില്ല. പക്ഷെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തൊട്ട് ബേക്കിൽ കടിച്ചിട്ട് പൂർത്തിയാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് കണ്ടതിന് കാര്യം ആ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 10 മിനിറ്റ് എത്രയാണോ അതിന് കാര്യമാവും. ചെയ്തിട്ട് കാണുമ്പോൾ വെറുതെ നോക്കിയിരുന്നോണ്ട് ഒന്നും മനസ്സിലാവും. പക്ഷെ അത് ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോവും. സത്യമാണ്. എന്നിട്ട് നീഹ എന്താ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു കോളർ നെക്കിന്റെ? ബാക്കിലെ ഭാഗം നമുക്ക് അകലെ 3 ഇഞ്ച് ഉണ്ടാവില്ലല്ലേ? 1 ഇഞ്ച് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇത്തിരി കോളറിന്റെ വിടുത്ത് ഒരു 1.5 ഇഞ്ചല്ലേ കട്ട് ചെയ്യുള്ളൂ. ചുരുങ്ങി ആയിരുന്നില്ല അവിടെ ബേക്ക് ഭാഗം. ആ കോളറിന്റെ അവിടെ ബേക്കിലേക്ക് വിരിഞ്ഞ് നിൽക്കുകയാണ് ചെയ്യാം, നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വിരിഞ്ഞ് നിൽക്കുകയാണ് ചെയ്യാം. ഈ ഭാഗം കണ്ടിരിക്കുന്നത് വിരിഞ്ഞ് വിടർന്ന് നിൽക്കുന്നത്. 3 ഇഞ്ചിന്റെ ഉള്ളിലായിട്ടല്ലേ നമ്മൾ കട്ട് ചെയ്യുക അവിടെ? അതെ, ഇതിന്റെ ഉള്ളിലായിട്ടാണ് കട്ടിങ് വരിക. അളവെടുക്കണമെന്ന് കൂടി പറഞ്ഞുതരോ? എന്താണ് നമ്മുടെ കൈ ഒരു കണക്ക് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഏത് 20, 21, 21 അല്ലെങ്കിൽ 21, 22 ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് അളവാണ് ആദ്യം ഞാൻ പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും ആ ഒരു അളവിൽ തന്നെ മതി. ഒരു 4 ഇഞ്ചോ 6 ഇഞ്ചിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസം അല്ലാത്തത് കൊണ്ട് എല്ലാവർക്കും ആ ഒരു അളവ് മതിയാവും. മറിച്ച് നമ്മൾ ആ ഒരു നെക്ക് നമ്മളിപ്പോൾ ആ ഒരു നെക്ക് തയ്ച്ച് നമ്മുടെ കുട്ടിക്കും അതേ നെക്ക് തന്നെ തയ്ക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ അളവ് നമുക്ക് എങ്ങനെ എടുക്കാന്നുള്ളത് അറിയില്ല. നമ്മുടെ ഹൾട്ടർ നെക്ക് നമ്മൾ തയ്ച്ച് കുട്ടിക്ക് എങ്ങനെ നമുക്ക് എടുക്കും എന്നുള്ളത് തോന്നൽ വരില്ല. അപ്പൊ അതിന്റെ അളവാണ് ഇപ്പോൾ പറഞ്ഞു തന്നത്. പിന്നെ കുട്ടികൾക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഹൾട്ടർ നെക്കിന് ഈ ഒരു രീതിയിലാണ് നെക്കിന്റെ റൗണ്ടും ഹെഡിന്റെ റൗണ്ടൊക്കെ എടുത്തിട്ടാണ് അതിന്റെ നെക്ക് ക്ലിയർ ആക്കുന്നത്. ഇന്നത്തെ ക്ലാസ് കുറച്ച് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. എന്താടാ കുട്ടികൾക്ക് ഈ മോഡലിനൊക്കെ എന്താണ് ഫ്രോക്കിനൊക്കെ വെക്കോ? എന്തൊക്കെ ഡ്രസ്സിൽ വെക്കല്ലേ ഇങ്ങനെ മോഡലാ? എല്ലാ ഡ്രസ്സിലും വെക്കാം. ബ്ലൗസിനും കുർത്തക്കും വെക്കും. ബ്ലൗസില് ഫ്രോക്കിന് വെക്കണമെങ്കിൽ ഫ്രോക്കിനും വെക്കാം, കുഴപ്പമില്ല. പട്ടുപാവടക്ക് എല്ലാ നെക്കിനും വെക്കാം. നെക്കല്ലേ നമുക്ക് ഇഷ്ടമുള്ള നെക്കുകൾ വെക്കാല്ലേ, നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സിന് ഇഷ്ടമുള്ള നെക്കുകൾ വെക്കാം. ഇന്ന് ഇവിടെ ഒരാൾ ഡ്രസ്സ് ഇട്ടിട്ട് പോയത് പച്ചത്തുണില്ല. ഇന്നാണ് അത്ര ഫംഗ്ഷൻ, നാളെ വിചാരിച്ചിട്ടിരിക്കും. ഇന്നാണ് അത്ര ഫംഗ്ഷൻ, പച്ചത്തുണില്ല. ഞാൻ എന്തെങ്കിലും ഒരു പാൻറ് എടുത്തോണ്ട് ഒരു പാൻറ് എടുത്ത് യോക്ക് പാർട്ടാക്കി ഫ്ലെയർ ഫ്രോക്കിന്റെ ഒരു ഫ്രോക്കും തയ്ച്ച് അതിന്റെ താഴേക്ക് ഓറഞ്ചും കൊടുത്ത് തയ്ക്കലൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇന്ത്യൻ പതാക നേരെ തല തിരിഞ്ഞ് നിൽക്കണം പോലെ. നേരെ പച്ച, സെന്ററിൽ വെള്ള, താഴെ ഓറഞ്ച്. കാണിച്ചു തരാം. നേരെ തല തിരിച്ച് ഞാൻ ടീച്ചറെ വിളിച്ച് ചോദിച്ചു, ടീച്ചറെ ഇതിനിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഈ കളർ അങ്ങോട്ടും കൂടി ചേഞ്ച് ചെയ്ത് പച്ച തുണി ഉണ്ടായിരുന്നില്ല, അപ്പൊ ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്തതാ. ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ? ആണോ ചോദിക്കാം. ഇതില്ലേ നമ്മള് കോളറിന്റെ ക്യാൻവാസ് ആണ്. ഓക്കെ, കാണുന്നില്ല. ഇവിടുന്നാണോ സ്റ്റാർട്ട് ചെയ്യണ്ടേ അല്ലെങ്കിൽ പകുതിന്നാണോ സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഇത് ഏതാ ഭാഗം എന്നുള്ളത് കാണുന്നില്ല. ഇത് നമ്മള് ഫോൾഡ് ഉള്ള ഭാഗം, ഫോൾഡ് ചെയ്ത ഭാഗം, സെന്റർ ഭാഗം.